തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വെള്ളാപ്പള്ളി നടേശൻ മൗനം വെടിയുകയാണ്. രാഷ്ട്രീയ നിലപാട് ന്യൂസ് 18നോട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്മേലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശം അറിഞ്ഞില്ല എന്നാണ് MA ബേബി പ്രതികരിച്ചത്. LDFന്റെ ഭരണം മികച്ചതാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധതയ്ക്ക് എതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് എന്നും MA ബേബി പറഞ്ഞു. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ പറയുന്നത് അത് വിശ്വസിക്കാതിരിക്കാൻ കാര്യമില്ല. പക്ഷെ അതിനെ മാത്രം വാസ്തവമാക്കി ഞാൻ വിശ്വസിച്ചുകൂടാ. അത് കാണട്ടെ. തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും പല തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കും. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്യുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ സാമ്പത്തിക ഉപരോധം തന്നെ ഏർപ്പെടുത്തി ഞെരിച്ച് കേരള ഗവൺമെന്റിന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിട്ടു. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെട്ടു. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, കേരള ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. ഇത് കൂടുതൽ ഗഹനമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കേരളം സുപ്രീം കോടതിയിൽ പോയി ഉന്നയിച്ച വിഷയം. അതുകൊണ്ട് ഈ വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കടുത്ത ഉപരോധം സാമ്പത്തികമായി കേന്ദ്രം കേരളത്തിന്റെ മേൽ ചുമത്തിയിട്ടും കേരളത്തിൽ അതിന്റെ ആഘാതം വലിയ തോതിൽ അനുഭവപ്പെടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്.